എല്ലാവർക്കും മാസ്റ്റേഴ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന ചാപ്റ്ററാണ്. ഇതിൽ ഒരു കുട്ടി റിവർ കാണാനായി പോകുന്നതാണ് കഥ. ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ സ്റ്റുഡ് എ മൗണ്ടെയിൻ. ബോയിക്കും റിവറിനും ഇടയിലായിട്ട് ഒരു മൗണ്ടെയിൻ ഉണ്ട്. ദ ബോയ് വാസ് യങ് ആൻഡ് ദ റിവർ വാസ് സ്മോൾ ബട്ട് ദ മൗണ്ടെയിൻ വാസ് ബിഗ്. ബോയ് വളരെ ചെറുതാണ്, അതുപോലെ റിവറും ചെറുതാണ്, എന്നാൽ അവർക്കിടയിലുള്ള മൗണ്ടെയിൻ വളരെ വലുതാണ്. ദ തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടെയിൻ ഹൈഡ് ദ റിവർ. തിക്ലി ഫോറസ്റ്റഡ് ആയിട്ടുള്ളതാണ് മൗണ്ടെയിൻ. മൗണ്ടെയിന് ചുറ്റും നല്ല ഒരു ഫോറസ്റ്റ് ഉണ്ട്. ഈ ഫോറസ്റ്റ് നമ്മുടെ റിവറിനെ ഹൈഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ബട്ട് ദ ബോയ് നോ ഇറ്റ് വാസ് ദെയർ. പക്ഷെ നമ്മുടെ കുട്ടിക്ക് അറിയാം റിവർ ഈ മൗണ്ടെയിൻ അപ്പുറം ഉണ്ടെന്ന്. ഹി ഹാഡ് നെവർ സീൻ ദ റിവർ വിത്ത് ഹിസ് ഓൺ ഐസ്. അവൻ അവന്റെ കണ്ണുകൾ കൊണ്ട് ഇന്ന് വരെ റിവർ കണ്ടിട്ടില്ല. ബട്ട് ഫ്രം ദ വില്ലേജേഴ്സ് ഹി ഹാഡ് ഹിയർഡ് ഓഫ് ഇറ്റ്. പക്ഷേ ഗ്രാമത്തിലെ ആളുകളിൽ നിന്ന് അവൻ ആ റിവറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഓഫ് ദ ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടർ ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്സ്. ആ റിവറിലെ പാറക്കൂട്ടങ്ങളെ കുറിച്ചും വാട്ടറിനെ കുറിച്ചുമൊക്കെ അവൻ അവരിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. ഹി വിഷ്ഡ് ടു ടച്ച് ദ വാട്ടർ ആൻഡ് നോ ഇറ്റ് പേഴ്സണലി. അവൻ ആ റിവറിലെ വെള്ളം ടച്ച് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഹി സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ് ഓൺ ദ ഹിൽ ഓപ്പോസിറ്റ് ദ മൗണ്ടെയിൻ. മൗണ്ടെയിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുന്നിലുള്ള അവന്റെ വീട്ടിൽ നിന്ന് ആൻഡ് ഗേസ്ഡ് അക്രോസ് ദ വാലിയും കടന്ന് ഡ്രീമിംഗ് ഓഫ് ദ റിവർ. റിവറിലേക്ക് പോകുന്നത് അവൻ സ്വപ്നം കാണുകയാണ്. ഹി വാസ് എബൌട്ട് 12 years ഓൾഡ്. അവന് 12 വയസ്സാണ് പ്രായം. എ സ്റ്റേർഡി ബോയ്, നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിയാണ്. വിത്ത് അൺടൈഡി ബ്ലാക്ക് ഹെയർ ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്. മനോഹരമായ ചീകിയൊതുക്കാത്ത മുടികളും തിളക്കമുള്ള കറുത്ത കണ്ണുകളുമാണ് അവനുള്ളത്. He had fine features and a clear brown skin. കാണാൻ വളരെ നല്ലതും ക്ലിയർ ആയിട്ടുള്ള ബ്രൗൺ സ്കിന്നോട് കൂടിയതുമാണ് അവന്റെ ശരീരം. ബട്ട് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വെയർ റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. പക്ഷേ അവന്റെ കൈകൾക്കും കാലുകളും റഫും പരുക്കനുമാണ്. ഹി വാസ് ബെയർ ഫൂട്ടഡ്. അവൻ ചെരുപ്പ് ഉപയോഗിക്കാറില്ല. നോട്ട് ബിക്കോസ് ഹി കുഡന്റ് അഫോർഡ് ഷൂസ്. ഷൂസ് വാങ്ങാൻ കഴിയാഞ്ഞിട്ടല്ല, ബട്ട് ബിക്കോസ് ഹി ലൈക്ക്ഡ് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ്. ഗ്രാസിന്റെ കൂൾനെസ്സും സ്റ്റോൺസിന്റെ വാംനെസ്സും അവന് അറിയണമായിരുന്നു. ഇറ്റ് വാസ് 11 o'clock and he knew his parents wouldn't return home till evening. ഏകദേശം 11 മണിയായി. അവനറിയാം വൈകുന്നേരം വരെ അവന്റെ അച്ഛനും അമ്മയും തിരികെ വീട്ടിലേക്ക് എത്തില്ല. There was a loaf of bread he could take with him. ഒരു ലോഫ് ബ്രെഡും കയ്യിലെടുത്ത് ആൻഡ് ഓൺ ദ വേ he might find some fruits. കയ്യിൽ പോകുന്ന വഴി കുറച്ച് ഫ്രൂട്ട്സും കരുതാമെന്ന് അവൻ വിചാരിച്ചു. Here was the opportunity he had waited for. അവൻ കാത്തിരുന്ന അവസരമായിരുന്നു അത്. His mother and father had gone to visit relatives for the entire day and had left him on his own. അവന്റെ അച്ഛനും അമ്മയും റിലേറ്റീവ്സിനെ കാണാനായി ദിവസം മുഴുവൻ പോയിരിക്കുകയാണ്. ആ ദിവസം മുഴുവൻ അവർ റിലേറ്റീവ്സിന്റെ വീട്ടിൽ സന്ദർശനത്തിന് പോയിരിക്കുകയാണ്. If he came home before dark, before they returned, they wouldn't know where he had been. വൈകുന്നേരത്തിന് മുമ്പ് അവർ തിരിച്ചെത്തുന്നതിന് മുമ്പ് അവൻ വീട്ടിലെത്തുകയാണെങ്കിൽ അവൻ എവിടെയാണ് പോയതെന്ന് അവർ അറിയില്ല. He went into the house and wrapped the loaf in a newspaper. വീടിനകത്തേക്ക് കയറി ബ്രെഡ് ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞെടുത്തു. Then he closed all the doors and windows. വീടിന്റെ എല്ലാ ജനലുകളും വാതിലുകളും അവൻ ക്ലോസ് ചെയ്തു. The path to the river dropped steeply into the valley, then rose and went round the big mountain. റിവറിലേക്കുള്ള വഴി വാലിയിലേക്ക് നീണ്ടു കിടക്കുകയാണ്, എന്നിട്ട് മൗണ്ടെയിനിലേക്ക് ഉയർന്നു പോയിരിക്കുന്നു. ഇറ്റ് വാസ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് ബൈ ദ വില്ലേജേഴ്സ്. സാധാരണയായി ആ വഴി ഉപയോഗിക്കുന്നത് വില്ലേജേഴ്സ് ആണ്. ദ വുഡ് കട്ടേഴ്സ്, മിൽക്ക്മാൻ ആൻഡ് മ്യൂൾ ഡ്രൈവേഴ്സ്. അതുപോലെ മരം വെട്ടുകാരും പാൽക്കാരും മ്യൂൾ ഡ്രൈവേഴ്സ് ഒക്കെയാണ് ആ വഴി ഉപയോഗിച്ചിരുന്നത്. ബട്ട് there were no villages beyond the mountain. എന്നാൽ മൗണ്ടെയിന് പിറകിലായിട്ട് ഗ്രാമങ്ങളൊന്നും തന്നെ ഇല്ല. ഓർ നിയർ ദ റിവർ. റിവറിനടുത്തും ഗ്രാമങ്ങളോ ആളുകളോ ഒന്നും തന്നെ ഇല്ല. The boy passed a woodcutter and asked him how far it was to the river. ബോയ് ഒരു വുഡ്കട്ടറിനെ പാസ് ചെയ്തു. അയാളോട് ബോയ് ചോദിച്ചു റിവറിലേക്ക് എത്ര ദൂരമുണ്ട്. The woodcutter was a short but powerful man. വുഡ്കട്ടർ ഒരു കുറിയ മനുഷ്യനായിരുന്നു, എന്നാൽ ശക്തിശാലിയുമായിരുന്നു. With a creased and weathered face and muscles that stood out in hard angry limbs. മസിലുകൾ അയാളുടെ ശരീരത്തിൽ ഉയർന്നു നിന്നിരുന്നു. അയാളുടെ കൈകാലുകൾ അഗ്ലിയായിരുന്നു, അതായത് കൈകാലുകൾ വൃത്തിയില്ലാത്തതായിരുന്നു. 7 miles, he said. അയാൾ പറഞ്ഞു 7 മൈൽസ് ഉണ്ട്. Which was fairly accurate. ഉറപ്പുള്ളതുപോലെ അയാൾ പറഞ്ഞു.
വൈ ഡു യു വാണ്ട് ടു നോ? നീ എന്തിനാണ് ഇത് അറിയുന്നത്? ഐ ആം ഗോയിങ് ടു ദ റിവർ സെഡ് ദ ബോയ്. ബോയ് പറഞ്ഞു, ഞാൻ റിവറിലേക്ക് പോവുകയാണ്. എലോ, ഒറ്റയ്ക്കോ? ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. ബട്ട് ഇറ്റ് ഈസ് ടു ഫാർ. പക്ഷേ അത് ഒരുപാട് ദൂരെയാണ്. ഇറ്റ് വിൽ ടേക്ക് യു 3 hours ടു റീച്ച് ദയർ. നീ അവിടെ എത്താനായി 3 മണിക്കൂർ എടുക്കും. ആൻഡ് ദെൻ യു ഹാവ് ടു കം ബാക്ക്. തിരികെ എത്തുമ്പോൾ ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ഡാർക്ക്. ഇരുട്ടുകയും ചെയ്യും. ബിസൈഡ്സ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി റോഡ്. അത് മാത്രമല്ല, അത് അധികം നല്ല വഴിയുമല്ല. ബട്ട് ഐ ആം എ ഗുഡ് വാക്കർ. പക്ഷെ ഞാനൊരു നല്ല നടത്തക്കാരനാണ്. സെഡ് ദ ബോയ്. ബോയ് പറഞ്ഞു. ദോ ഹി ഹാഡ് നെവർ വാക്ക്ഡ് ഫർദർ ദ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് സ്കൂൾ. പക്ഷേ അവന്റെ വീട്ടിൽ നിന്ന് സ്കൂൾ വരെയുള്ള 1 മൈൽ അല്ലാതെ അവൻ ഇതുവരെ നല്ല ഒരു നടത്തം നടന്നിട്ടില്ല. ദ പാത്ത് വാസ് സ്റ്റീപ്പ് ആൻഡ് ദ ബോയ് ഹാഡ് ടു റൺ മോസ്റ്റ് ഓഫ് ദ ടൈം. വഴികൾ കുത്തനെയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയവും അവന് ഓടേണ്ടതായിട്ട് വന്നു. ഇറ്റ് വാസ് എ ഡിസി വിഞ്ചിങ് പാത്ത്. വളഞ്ഞു പുളഞ്ഞുള്ള വഴികളായിരുന്നു കൂടുതലും. ആൻഡ് ഹി സ്ലിപ്ഡ് ഓൾസോ ട്വൈസ്. 1-2 പ്രാവശ്യം അവൻ വീഴുകയും ചെയ്തു. ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫേൺസ്. ദ ട്രീസ് വെയർ wounded in creepers, and a great wild dahlia suddenly reared its golden head from the leaves and ferns. ഹില്ലിനെ കവർ ചെയ്ത് ലഷ് ഗ്രീൻ ഫേൺസ് ഒരു തരത്തിലുള്ള ചെടിയാണ്. ദ ട്രീസ് വെയർ വൗണ്ട് ഇൻ ക്രീപ്പേഴ്സ്. അപ്പോൾ ഹില്ലിനെ കവർ ചെയ്ത് ലഷ് ഗ്രീൻ ഫേൺസ് ഉണ്ടായിരുന്നു. അതുപോലെ ട്രീസിനെ ചുറ്റിപ്പിരിഞ്ഞ് വള്ളിച്ചെടികളും ഉണ്ടായിരുന്നു. ആൻഡ് എ ഗ്രേറ്റ് വൈൽഡ് ഡാലിയ സഡൻലി റെയർഡ് ഇറ്റ്സ് ഗോൾഡൻ ഹെഡ് ഫ്രം ദ ലീവ്സ് ആൻഡ് ഫേൺസ്. ആ കാടുകൾക്കിടയിൽ നിന്ന് ഒരു വൈറ്റ് ഡാലിയ തലപൊക്കി പുറത്തേക്ക് നോക്കി. സൂൺ ദ ബോയ് വാസ് ഇൻ ദ വാലി. അവൻ താഴ്വരയിലേക്ക് എത്തി. ആൻഡ് ദ പാത്ത് സ്ട്രൈറ്റൻഡ് ഔട്ട് ആൻഡ് റോസ്. അവന്റെ മുന്നിലൂടെ ആ റിവറിലേക്കുള്ള വഴി നീണ്ടു കിടന്നു. ഹി മെറ്റ് എ ഗേൾ ഹൂ വാസ് കമ്മിങ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അവൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി ഒരു പെൺകുട്ടി നടന്നു വന്നു. ഹി ഹെൽഡ് എ ലോങ് കർവ്ഡ് നൈഫ് വിത്ത് വിച്ച് ഹി ഹാഡ് ബീൻ കട്ടിംഗ് ഗ്രാസ്. അവളുടെ കയ്യിൽ ഒരു വളഞ്ഞ കത്തിയുണ്ടായിരുന്നു. അതുപയോഗിച്ച് അവള് ഗ്രാസ് കട്ട് ചെയ്യുകയായിരുന്നു. ദ ബാംഗിൾ ഷീ വോർ മേഡ് മ്യൂസിക് വെൻ ഷീ മൂവ്ഡ് ഹർ ഹാൻഡ്സ്. അവളുടെ കൈകൾ അവൾ മൂവ് ചെയ്യിക്കുമ്പോൾ കൈകളിൽ കിടന്ന ബാംഗിൾസ് ഒരു മ്യൂസിക് ഉണ്ടാക്കുന്നതായി തോന്നി. ആൻഡ് ഇറ്റ് വാസ് ദോ ദ ഹാൻഡ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ. അത് വളകളുടെ ഭാഷ സംസാരിക്കുന്നത് പോലെ തോന്നി. ഹൗ ഫാർ ഈസ് ടു ദ റിവർ? റിവറിലേക്ക് എത്ര ദൂരമുണ്ട്? ആസ്ക്ഡ് ദ ബോയ്. നമ്മുടെ ബോയ് ചോദിച്ചു. ദ ഗേൾ ഹാഡ് ഒബിയസ്ലി നെവർ ബീൻ ടു ദ റിവർ. കുട്ടി ഉദ്ദേശിച്ചത് ബോയ് പറഞ്ഞ റിവറിനെ ആയിരുന്നില്ല. ഓർ ഷീ മേ ഹാവ് ബീൻ തിങ്കിങ് ഓഫ് അനദർ വൺ. അല്ലെങ്കിൽ അവൾ മറ്റേതോ ഒരു നദിയെയാണ് ഉദ്ദേശിച്ചത്. ബിക്കോസ് ഷീ സെഡ് 20 miles വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ. കാരണം അവൾ ഉത്തരമായി പറഞ്ഞത് 20 miles എന്നാണ്. ദ ബോയ് ലാഫ്ഡ് ആൻഡ് റാൻ ഡൗൺ ദ പാത്ത്. കുട്ടി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. എ പാരറ്റ് സഡൻലി സ്ക്രീച്ച്ഡ് ഫ്ലൂ ലോ ഓവർ ഹിസ് ഹെഡ് എ ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ. പെട്ടെന്ന് നമ്മുടെ ബോയ്ക്ക് മുന്നിലൂടെ ഒരു പാരറ്റ് പറന്നുപോയി. ചുവപ്പും പച്ചയും കലർന്ന ഒരു മിന്നായം പോലെ. ദ ബേർഡ് ഡിസപ്പിയർഡ് എമംഗ്സ് ദ ട്രീസ്. ട്രീകളുടെ ഇടയിലേക്ക് അത് മറന്നു. എ ട്രിക്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ദ ഹിൽ സൈഡ്. മലമുകളിൽ നിന്ന് ഒരു ചെറിയ അരുവി ഒഴുകി വന്നു. ആൻഡ് ദ ബോയ് സ്റ്റോപ്ഡ് ടു ഡ്രിങ്ക്. നമ്മുടെ ബോയ് വെള്ളം കുടിക്കാനായി അവിടെ നിന്നു. ദ വാട്ടർ വാസ് കോൾഡ് ആൻഡ് ഷാർപ്പ്. അതിൽ നിന്ന് വന്ന വെള്ളം വളരെ തണുപ്പും ക്ലിയർ ആയിട്ടുള്ളതുമായിരുന്നു. ബട്ട് വെരി റിഫ്രഷിംഗ്. നല്ല ഉന്മേഷം നൽകുന്നതും ആയിരുന്നു. ഹൗവർ ഇറ്റ് സീംഡ് ടു ഹാവ് ദ എഫക്ട് ഓഫ് മേക്കിംഗ് ഹിം മോർ തേഴ്സ്റ്റി. അതിന്റെ ശക്തിയിൽ വീണ്ടും വീണ്ടും അവന് ദാഹം തോന്നി. ദ സൺ വാസ് സ്ട്രൈക്കിംഗ് ഹിസ് സൈഡ് ഓഫ് ദ ഹിൽ. സൂര്യൻ അവനടുത്തുള്ള ഹില്ലിലേക്ക് ശക്തിയായി പ്രകാശിച്ചു. ആൻഡ് ദ ഡസ്റ്റി പാത്ത് ബിക്കെയിം ഹോട്ടർ. മുന്നോട്ടുള്ള വഴി ചൂടേറിയതായി. ദ സ്റ്റോൺ സ്കോർച്ചിങ് ദ ബോയ്സ് ഫീറ്റ്. സ്റ്റോൺസിന്റെ കല്ല് അവന്റെ കാലുകളിലേക്ക് എത്തി. ഹി വാസ് ഷുവർ ഹി ഹാഡ് ഗോൺ ഹാഫ് വേ. അവൻ ഉറപ്പുണ്ടായിരുന്നു അവൻ ഏകദേശം പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു. ഹി ഹാഡ് വാക്ക്ഡ് ഫോർ ആൻ അവർ. ഏകദേശം 1 മണിക്കൂറോളം അവൻ നടന്നിട്ടുണ്ട്. പ്രസന്റ്ലി ഹി സോ അനദർ ബോയ് എഹെഡ് ഓഫ് ഹിം. നോക്കിയപ്പോൾ അവന് മുന്നിലൂടെ മറ്റൊരു ബോയ് പോകുന്നത് അവൻ കണ്ടു. ഡ്രൈവിംഗ് എ ഫ്യൂ ഗോട്ട്സ് ഡൗൺ ദ പാത്ത്. ആടുകളെയും മേച്ചുകൊണ്ടാണ് അവൻ ആ വഴിയിലൂടെ പോയിക്കൊണ്ടിരുന്നത്. ഹൗ ഫാർ ഈസ് ദ റിവർ? ഹി ആസ്ക്ഡ്. അവൻ ചോദിച്ചു, റിവറിലേക്ക് എത്ര ദൂരമുണ്ട്? ദ വില്ലേജ് ബോയ് സ്മൈൽഡ് ഇൻ എ ഫ്രണ്ട്ലി വേ ആൻഡ് സെഡ്. നമ്മുടെ വില്ലേജ് ബോയ് ഒരു സൗഹൃദപൂർണമായ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, ഓ നോട്ട് ഫാർ, ജസ്റ്റ് റൗണ്ട് ദ നെക്സ്റ്റ് ഹിൽ ആൻഡ് സ്ട്രെയിറ്റ് ഡൗൺ. ഒരുപാട് ദൂരമൊന്നുമില്ല, അടുത്ത ഹില്ല് ചുറ്റി നേരെ നടന്നാൽ മതി. ദ ബോയ് ഫീലിംഗ് ഹംഗ്രി. അപ്പോഴേക്കും ബോയ്ക്ക് വിശപ്പുണ്ടായി.
unwrapped his loaf of bread and broke it in halves. കയ്യിലുണ്ടായിരുന്ന ബ്രെഡ് രണ്ടായിട്ട് മുറിച്ചു. Offering one portion to the village boy. അതിൽ ഒരു പോർഷൻ വില്ലേജ് ബോയ്ക്ക് കൊടുത്തു. They sat on the hillside and ate in silence. അവര് ഹിൽസൈഡിൽ ഇരുന്നിട്ട് പതിയെ ആ ബ്രെഡ് കഴിക്കാൻ തുടങ്ങി. When they had finished, they walked on together and began talking and talking. ബ്രെഡ് കഴിച്ചു കഴിഞ്ഞ ശേഷം അവർ രണ്ടുപേരും മുന്നോട്ട് ഒരുമിച്ച് നടന്നു. സംസാരിച്ച് നടന്നു. The boy did not notice the smarting of his feet and the heat of the sun and the distance he had covered and the distance he had yet to cover. കാലിലടിക്കുന്ന ചൂടോ സൂര്യന്റെ ചൂടോ കവർ ചെയ്ത ദൂരമോ ഇനി മുന്നോട്ട് കവർ ചെയ്യേണ്ട ദൂരമോ ഒന്നും നമ്മുടെ ബോയ് ഓർത്തില്ല. But after some times, പക്ഷെ കുറച്ചു നേരങ്ങൾക്ക് ശേഷം his companion had to diverge along another path. അവനൊപ്പമുണ്ടായിരുന്ന കുട്ടി മറ്റൊരു വഴിയിലേക്ക് പോയി. And the boy was once more on his own. വീണ്ടും നമ്മുടെ ബോയ് ഒറ്റയ്ക്കായി. He missed the village boy. അവന് വില്ലേജ് ബോയിയെ ഒരുപാട് മിസ് ചെയ്തു. He could not be seen. അവിടെയൊന്നും അവനെ കാണാൻ പറ്റിയില്ല. His own home was also hidden from view by the side of the mountain. മൗണ്ടൈൻ കാരണം അവന്റെ വീടും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. The river was not in sight either. റിവറും അവിടെയൊന്നും കാണാനില്ല. He began to feel discouraged. അവന് നിരുത്സാഹം തോന്നി. മുന്നോട്ട് പോകാൻ തോന്നിയില്ല. He was sorry he had finished the bread. ബ്രെഡ് കഴിച്ചു തീർത്തതോർത്തപ്പോൾ വിഷമം തോന്നി. He might want it later. പിന്നീട് ആവശ്യം വന്നേക്കുമായിരുന്നു. He was determined to see the river. പക്ഷേ റിവർ കാണണമെന്നുള്ള ലക്ഷ്യം അവന്റെ മനസ്സിലുണ്ടായിരുന്നു. He walked on along the hot, dusty, stony path. പൊടിയും കല്ലും നിറഞ്ഞ വഴിയിലൂടെ അവൻ മുന്നോട്ട് നടന്നു. Past mud huts and terraced fields. മൺകുടിലുകളും തട്ടുതട്ടായിട്ടുള്ള കൃഷിയിടങ്ങളും. Until there were no more fields or huts. അങ്ങനെ കുടിലുകളും ഫീൽഡുകളും ഒക്കെ കടന്ന് ഇതൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് അവൻ എത്തിച്ചേർന്നു. Only forest and sun and loneliness. ചുറ്റും കാടും സൂര്യനും ഏകാന്തതയും മാത്രം. Now there was no man or any sign of man influence. അവിടെയെങ്ങും മനുഷ്യൻ്റെതായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസോ ഉള്ളതായി തോന്നിയില്ല. Only trees and rocks. ചുറ്റും മരങ്ങളും പാറകളും. And bramble and flowers. Only silence. ചുറ്റും സൈലൻസ് മാത്രം, നിശബ്ദത മാത്രമാണ് കിട്ടിയത്. The silence was impressive and a little frightening. അവിടെ ഉണ്ടായിരുന്ന ആ നിശബ്ദത കുറച്ചു പേടിപ്പെടുത്തുന്നതായിരുന്നു. It was different from the silence of a room or street. ഒരു റൂമിന്റെ സൈലൻസിൽ നിന്നും ഒരു സ്ട്രീറ്റിന്റെ സൈലൻസിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അത്. It was the silence of space of the unknown. അറിഞ്ഞുകൂടാത്ത ഒരു സ്ഥലത്തിൻ്റെതായ നിശബ്ദത. Silence of God. ദൈവത്തിന്റെ നിശബ്ദതയായി അവനത് ഫീൽ ചെയ്തു. Then as the boy rounded a sharp bend, the silence broke into round. ഒരു വലിയ വളവ് ചുറ്റി അവൻ നടന്നു ചെന്നപ്പോൾ ആ സൈലൻസ് വലിയ ഒരു സൗണ്ടിലേക്ക് വഴിമാറി. A sudden roaring sound, the sound of the river. വലിയ ഒരു സൗണ്ടിലേക്ക്, the sound of the river. റിവറിന്റെ ശബ്ദത്തിലേക്കാണ് അത് ചെന്നു നിന്നത്. Far down in the valley, the river tumbled over rocks. വാലിയിൽ നിന്ന് താഴെയായി റിവർ ഒഴുകുന്നു. The boy gasped and began to run. ബോയ് അത് കണ്ട് മുന്നോട്ട് ഓടി. He slipped and stumbled. അവൻ വീഴാൻ പോയി. But still he ran. എന്നിട്ടും അവൻ ഓടി. Then he was ankle deep in the painfully cold mountain water. ആ മൗണ്ടൈൻ വാട്ടർ തണുത്ത ആ മൗണ്ടൈൻ വാട്ടറിലേക്ക് അവൻ ഇറങ്ങി. And the water was blue and white and wonderful. ആ വെള്ളം നീലയും വെള്ളയും കലർന്നതായി അവന് തോന്നി. മനോഹരമായി തോന്നി.